ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത്. സമൂഹ ബോധവൽക്കരണവുമായി MA കോളേജ് വിദ്യാർത്ഥികൾ. ലോക ജലദിനത്തിൽ ഓരോ തുള്ളിയും സൂക്ഷിച്ചുപയോഗിക്കേണ്ടതിന്റെ ആവശ്യകത പൊതുജനങ്ങളെ ഓർമ്മപ്പെടുത്താൻ കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജിലെ MCom മാർക്കറ്റിംഗ് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ് വിഭാഗം വിദ്യാർത്ഥികളും അധ്യാപകരും ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കോതമംഗലം KSRTC സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ MLA-മാരായ ആന്റണി ജോൺ, അഡ്വക്കേറ്റ് എൽദോസ് കുന്നിപ്പള്ളി എന്നിവർ സംയുക്തമായി വിദ്യാർത്ഥികളിറക്കിയ ഒരു തുള്ളി വെള്ളം ഒരു തുള്ളി പ്രതീക്ഷ, കൈകോർത്ത് നമുക്ക് ജലം സംരക്ഷിക്കാമെന്ന മുദ്രാവാക്യം ആലേഖനം ചെയ്ത സ്റ്റിക്കർ കോതമംഗലം മുനിസിപ്പൽ ചെയർമാൻ KK ടോമിക്ക് നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഉപഭോഗം കർശനമായി നിയന്ത്രിക്കേണ്ട അവശ്യ വസ്തുവായി ശുദ്ധജലം മാറിയിരിക്കുകയാണ്. പണ്ടുകാലങ്ങളിൽ നമ്മൾ കിണറിൽ നിന്നും വെള്ളം കോരി ഉപയോഗിച്ചിരുന്ന ആ ഒരു കാലത്ത് വളരെ കൃത്യതയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ആണ് നമ്മളത് കൈകാര്യം ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ നിൽക്കുന്നിടത്ത് ടാപ്പ് തുറന്നാൽ വെള്ളം ലഭിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളെല്ലാവരും അലസമായിട്ടാണ്, മലയാളികൾ അത് പൊതുവെ നോക്കിയാൽ ആ നിലയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു തുള്ളി വെള്ളം ഒരു തുള്ളി പ്രതീക്ഷ, കൈകോർത്ത് നമുക്ക് ജലം സംരക്ഷിക്കാം എന്ന ഒരു മുദ്രാവാക്യവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ആന്റണി ജോൺ സൂചിപ്പിച്ചതുപോലെ ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് ജലത്തിനു വേണ്ടിയാകുമെന്ന് എത്രയോ വർഷങ്ങൾക്ക് മുൻപേ നമ്മൾ കേട്ടിരിക്കുന്നു. വെള്ളം വെള്ളം സർവത്ര തുള്ളി കുടിക്കാൻ ഇല്ലത്ര എന്ന കവിതാ ശകലങ്ങളൊക്കെ പല സന്ദർഭങ്ങളിൽ നൂറ്റാണ്ടുകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. KSRTC സ്റ്റേഷൻ മാസ്റ്റർ അനസ് ഇബ്രാഹിം, മുനിസിപ്പൽ കൌൺസിലർ KV തോമസ്, KA നൌഷാദ്, KSRTC ജീവനക്കാർ, സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികൾ അവരവരുടെ മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് എന്നിവിടങ്ങളിലെ പൊതുയിടങ്ങളിൽ ജലസംരക്ഷണ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട സ്റ്റിക്കറുകൾ ഒട്ടിച്ചു. കോതമംഗലം, മൂവാറ്റുപുഴ, പെരുമ്പാവൂർ മേഖലയിലെ വിവിധ പഞ്ചായത്തുകളിൽ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. പ്രവർത്തനങ്ങൾക്ക് MCom, MIB വിഭാഗം സ്റ്റുഡൻസ് കോർഡിനേറ്റർമാരായ ഫാദിയ സുബൈ, മീരാബി നായർ, ജസ് ജെയിംസ്, വകുപ്പ് മേധാവി ഷാരി സദാശിവൻ, അധ്യാപികമാരായ ഗോപിക സുഗു, അനുപമ R നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.